നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. നമ്മുടെ ഈ വർഷത്തെ NDA-2 സെപ്റ്റംബർ 14 ആണ് നിശ്ചയിച്ചേക്കുന്നത്. ഏകദേശം ഇനിയുള്ള സമയം നോക്കിയാൽ 100 ദിവസം ഏകദേശം തികച്ചോ ഉണ്ടെന്ന് തന്നെ വേണം പറയാം. ഈ 100 ദിവസം കൊണ്ട് ഇതിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, മീൻസ് നമുക്കൊരു അടുത്ത ഇന്റർവ്യൂ സ്റ്റേജിലോട്ട് പോകാനുള്ള രീതിയിൽ കൂടെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും എന്നാണ് എൻ്റെ ആൻസർ. അതിന് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് മാർക്കൊക്കെ ഇത്തിരി ലോയിലുള്ളവർക്ക് വരെ SSB ഇന്റർവ്യൂവിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തിരി നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ നമുക്ക് നന്നായിട്ട് നല്ല രീതിക്കുള്ള റാങ്കോടുകൂടി അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റും. നമുക്ക് അറിയാം എന്ന് തോന്നുന്നു, നമ്മുടെ എക്സാമിനേഷന്റെ പാറ്റേണും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. നമുക്കവിടെ 2 എക്സാംസ് ആണുള്ളത്. ഒന്ന് ഫുൾ മാത്സ് ആണ്, രണ്ടാമത്തേത് GAT ആണ്. മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ സംഭവം ഒന്നുമില്ല, മാത്തമാറ്റിക്സ് മാത്രം. പക്ഷെ ഇതിനുള്ളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷാണ് ഇതിനുള്ളിലെ ഏറ്റവും വലിയവൻ. ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് GAT-യിലുള്ളത് ഇംഗ്ലീഷിനാണ്. 200 മാർക്കുണ്ട്. മാത്സിനാകുമ്പോൾ 300 മാർക്കാണ്. 120 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 120 ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യന് 2.5 മാർക്ക് വീതമാണ് 300 മാർക്ക്. GAT-യിലുള്ള ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷാണ്. രണ്ടാമത് ഫിസിക്സ് ഉണ്ട്, പിന്നെ തൊട്ട് കുറച്ച് കെമിസ്ട്രി, പിന്നെ മറ്റുള്ള എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, ഹിസ്റ്ററി, ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് GAT. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ എങ്ങനെ പഠിച്ച് പാസ്സാവണം, നമുക്കൊരു ഇന്റർവ്യൂ സ്റ്റേജിൽ എത്താൻ എങ്ങനെ പഠിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാത്സ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. കാരണം നമ്മൾ +2-ൽ ഏകദേശം അല്ലെങ്കിൽ +1 +2 നന്നായിട്ട് ഒരുവിധമൊക്കെ പഠിച്ചവർക്ക് ഇവനെ ഉറപ്പിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ 300-ൽ ഒരു നമുക്ക് 150 to 200 മാർക്ക് വാങ്ങാൻ പറ്റിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നും കൂടെ ചേർത്ത് വാങ്ങാൻ പറ്റും. ഈ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 50 × 4 നമുക്ക് 200 മാർക്ക് ഇംഗ്ലീഷിനുണ്ട്. ഇവിടുത്തെ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് 4 മാർക്ക് വീതമാണ്. ഇവിടെ ആകുമ്പോൾ 2 ഉള്ളൂ മാത്സിന് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങളൊരു 150 to 200 റേഞ്ചിൽ മാത്സിന് മാർക്ക് വാങ്ങിച്ചാൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ്, നിങ്ങൾക്ക് +1 +2 പഠിക്കുന്ന ഗ്രാമറും കാര്യങ്ങളും പിന്നെ ഇതിന്റെ കുറച്ച് പാറ്റേൺ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം നോക്കിയാൽ ഉറപ്പായിട്ടും അവിടുന്ന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്നും വാങ്ങാൻ പറ്റും. കാരണം നിങ്ങൾക്ക് +1 +2 ഇംഗ്ലീഷൊക്കെ ഒരുവിധം ഒത്തിരി കുട്ടികൾക്ക് നല്ല മാർക്കുണ്ട്. പഠിച്ച് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കും. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ അവിടുന്ന് അല്ലറ ഇല്ലറയൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 25 ക്വസ്റ്റ്യൻസോളം ഫിസിക്സ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻ അടുത്ത് കെമിസ്ട്രി ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്കൊരു കുറച്ചൊക്കെ വാങ്ങുമ്പോൾ ഇവിടുന്നും നിങ്ങൾക്ക് ഏകദേശം നമുക്കൊരു 200 മാർക്സ്. ഇവിടെ നമുക്ക് ഉള്ളത് 600 മാർക്കാണ് കേട്ടോ. ഇവിടെ ടോട്ടൽ GAT-യുടെ ടോട്ടൽ മാർക്ക് 600 ആണ്. ഇവിടെ 300 ആണ്. 600 300 900-ലാണ് നമ്മുടെ മാർക്ക് വരുന്നത് റിട്ടൺ എക്സാം. പിന്നെ SSB ഇതേപോലെ ഒരു 900 ഉണ്ട്. രണ്ടോട് ചേർന്ന് 1800 വെച്ചുകൊണ്ടാണ് നമുക്ക് ലാസ്റ്റിൽ നമ്മൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ എക്സാമിന് റിട്ടേൺ എക്സാമിന് 900-ൽ എത്ര എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങളൊരു 150 to 200 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 200+ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കൊരു 350-നും 400-ന് ഇടയ്ക്കുള്ളൊരു മാർക്ക് 900 കിട്ടിയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഏകദേശം അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ രീതിയിൽ കൂടെ നോക്കുക. മീൻസ് ഇംഗ്ലീഷും നന്നായിട്ട്, നെക്സ്റ്റ് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി മറ്റുള്ള പറ്റുന്നെങ്കിൽ മാത്രമേ മറ്റുള്ള സബ്ജക്ട് പഠിക്കാവുള്ളൂ. മീൻസ് ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ, കാരണം അതൊക്കെ നമുക്ക് എവിടെ പോയി പിടിക്കും, ഏതൊക്കെ പോയി പഠിച്ചാലും നമുക്ക് അത് ഇച്ചിരി പാടാണേ. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇവിടുന്നും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടേൺ എക്സാം. നിങ്ങൾ ഏകദേശം ഒരു 400 മാർക്കിന് അടുത്തെത്തിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല ഏകദേശം കുഴപ്പമില്ലാതെ ഒരു റാങ്ക് കിട്ടിയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടുന്ന് പഠിക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാത്സിനെ കുറിച്ച് പറയുമ്പോൾ നല്ല സ്പീഡായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, സ്കില്ല് വേണം. അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. സമയമുണ്ട്, ഈ സമയത്തിനുള്ളിൽ അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ നമുക്ക് മാത്സിന് ഒരു 4 ടോപ്പിക് എക്സ്ട്രാ ഉണ്ട് നമ്മൾ പഠിക്കാത്തതുകൊണ്ട്. അതിനകത്ത് ഒന്നാമത്തെ നമ്മുടെ കോംപ്ലക്സ് നമ്പറിലെ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. 1 ω² എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, നമുക്കൊരു 4-ന്റെ സ്ക്വയർ റൂട്ട് എത്ര, +or -2. 9-ന്റെ ക്യൂബ് റൂട്ട് ആരാണ്, 9-ന്റെ സ്ക്വയർ റൂട്ട് ആരാണ്, +or-3. അതുപോലെ ക്യൂബ് റൂട്ട് ഉണ്ട്. ഒരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 പേരാ. സ്ക്വയർ റൂട്ട് 2 പേരാണെങ്കിൽ ക്യൂബ് റൂട്ട് എത്ര, 3 പേരാ.
ഈ ക്യൂബ് റൂട്ട്സിലെ ഒരാൾ മാത്രമേ റിയൽ നമ്പർ ഉള്ളൂ. ഇപ്പൊ 9ന്റെ ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ 8ന്റെ ക്യൂബ് റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 2 ആണ്. 2 × 2 × 2 ഇല്ലയോ 8. അപ്പൊ 8ന്റെ ക്യൂബ് റൂട്ട് 2 ഉണ്ട്. ബട്ട് നമുക്ക് അതിന് 2 റൂട്ടും കൂടി ഉണ്ട് കേട്ടോ. ആ 2 റൂട്ട്സുകളെ നമ്മൾ ഇങ്ങനെ പറയുന്നത് 2ω-യും 2ω² എന്നാണ് കേട്ടോ. ഇവ രണ്ടുപേരും കോംപ്ലക്സ് റൂട്ട്സും ഇയാൾ മാത്രം റിയൽ റൂട്ടുമാണ്. അങ്ങനെയാണ് 3 റൂട്ട്സ് വരുന്നത്. ഇത് വെച്ചുകൊണ്ട് കുറെ പ്രോബ്ലംസുകൾ എക്സാമിൽ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എക്സ്ട്രാ പഠിക്കണം. അതുപോലെ നമ്മൾ ട്രിഗണോമെട്രിയിൽ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് ഉണ്ടല്ലോ. നമ്മൾ ആദ്യം ഒരു കെട്ടിടത്തിന്റെ മുന്നോട്ട് നോക്കി എന്നിട്ട് കുറച്ച് മുന്നോട്ട് അങ്ങനത്തെയുള്ള ബേസ് ചെയ്തുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെ പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ കുറെ പുതിയ ക്വസ്റ്റ്യൻസുകളുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ബൈനറി ഡിജിറ്റ്സ് 1 and 0, 0യും 1നെ വെച്ചുകൊണ്ട് ബൈനറി ഡിജിറ്റ്സിന്റെ ഓപ്പറേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസും എക്സാമിനുണ്ടാവും. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പുതിയതാണെന്നേ ഉള്ളൂ, നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ നമ്മൾ ക്ലാസ് തരുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിന്റെ എല്ലാം ക്ലാസ് തന്നുകൊണ്ടുള്ള രീതിക്കുള്ള നോട്ട്സും നമ്മളുടെ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ഷോർട്ട് ട്രിക്സും യൂസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഷോർട്ട് ട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് കട്ട്സുകളെല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സമയത്തിനോട് തീർക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കും, അവസാനം ആൻസർ കിട്ടും. 3-4 ക്വസ്റ്റ്യന് സമയം എടുത്തിട്ടായിരിക്കും ഒരെണ്ണം ചെയ്യുന്നത്. ഒരു പ്രയോജനമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരുവിധം ഷോർട്ട് കട്ട്സ് എല്ലാം പഠിച്ച ഓർമ്മയിൽ വെച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഇല്ലെങ്കിൽ ഒരു പ്രയോജനം അതിനകത്ത് ഇല്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ NDA മീൻസ് നമ്മുടെ ഡിഫൻസിൽ കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന സമയമുണ്ട്. ഏകദേശം 100 ദിവസമുണ്ട്. ഓക്കെ, ഇതെന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. മാക്സിമം പഠിക്കുക. ഇതൊക്കെ കാൽക്കുലസ്, ട്രിഗണോമെട്രിക്ക്, സ്ട്രെയിറ്റ് ലൈൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നല്ല ട്രിഗണോമെട്രിക്ക് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമല്ലെന്ന് പറയുന്നത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു കേട്ടോ. ഇഷ്ടമല്ല എന്ന് മാറ്റി വെച്ചാൽ അവനൊന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് വൈഡായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി. അപ്പോൾ അതുകൊണ്ട് അവനെയൊന്നും നിങ്ങൾക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഓക്കെ, എല്ലാവരും ഈ രീതിയിൽ കൂടെയൊക്കെ ഒന്ന് നോക്കുക. നല്ലതായിട്ട് നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് നേടിയെടുക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ആയിട്ടും വരും, പിന്നെ ലോങ് ആയിട്ടും വരും. എല്ലാവരും മാക്സിമം ഒന്ന് കണ്ടു നോക്കുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ താഴെ തന്നുള്ള നമ്പർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.